നമ്മുടെ പല്ലിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താന്ന് വെച്ചാലേ, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള നല്ല ബാക്ടീരിയാസ് ഒക്കെ സലൈവ വഴി നമ്മുടെ പല്ലിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ. അതുകൂടാതെ വേറൊരു സൈക്കോളജിക്കൽ കണക്ഷൻ കൂടി അവിടെയുണ്ട്. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പല്ല് തേക്കുക, ബ്രഷ് എടുത്തിട്ട്. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് നമ്മളതിൽ പേസ്റ്റ് തേച്ച് പല്ല് തേക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എത്ര പേര് ആ പല്ല് തേക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ശ്രദ്ധിച്ച് അതുമാത്രം ചെയ്യുന്നുണ്ട്? നമ്മൾ ഏതൊക്കെ പല്ലിലാണ് ബ്രഷ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നു, എത്ര ടൈം എടുത്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എത്ര പേര് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുറച്ചൊരു സഞ്ചാരമാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് പല ചിന്തകളെ നമുക്ക് നിർത്താൻ പറ്റും. കുറച്ച് സമയത്തേക്ക് ആ പല്ല് തേക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഒരു മൈൻഡ്ഫുൾ ആയിട്ട് പല്ല് തേക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ആ ദിവസത്തെ സ്വഭാവത്തെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ക്രമീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോ അല്ലാത്ത സാധാരണഗതിയിൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് തേച്ചിട്ട് ഒന്ന് മാവിന്റെ ചുവട്ടിലും കശുമാവിന്റെ ചുവട്ടിലും ഒക്കെ പോയി അടുത്ത വീടുകളിലൊക്കെ പോയി നമ്മൾ വരും. പക്ഷെ ആ സമയത്ത് നമ്മുടെ വായിലേക്ക് ബ്രഷ് വെച്ച് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ അത് എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കും, പല്ല് നമുക്ക് ഇഞ്ചേർഡ് ആവും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വായി കഴുകുമ്പോഴാണ് വേദനിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ബ്രഷ് എടുത്ത് പല്ല് തേക്കുമ്പോൾ ആ പല്ല് തേക്കലില് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മുടെ ശ്രദ്ധയുണ്ടോ? ആ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ട പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ പാലിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ കൂടി നാളെ മുതൽ നമ്മൾ ബ്രഷ് എടുത്തിട്ട് പല്ല് തേക്കാൻ തുടങ്ങുമ്പോൾ പല്ല് തേക്കുന്ന ടൈം മുതൽ തേച്ച് കഴിയുന്ന ടൈം വരെ, വായ കഴുകി നമ്മൾ വൃത്തിയാക്കുന്ന ടൈം വരെ എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, അപ്പൊ അറിയാം.